ഇത് മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിൽ ഒരു സ്ഥാപനത്തിന് ഒരു കെട്ടിടം തകർന്നു ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. ആലപ്പുഴക്കൽ നിന്ന് ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു. ഗുരുതരമായ ഒരു വീഴ്ചയിൽ അത് സമ്മതിക്കേണ്ടത്. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണ്. ഇനി ഈ കേസ് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഇസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് മാറ്റാൻ കഴിയില്ല. സിസ്റ്റത്തിന്റെ ബലക്ഷയമുള്ളത് കൊണ്ട് 2 നിലയിൽ ബാത്റൂം പ്രവർത്തിക്കുന്നില്ല. അതേ നിലയുടെ മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ വീഴ്ച എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അത് നമുക്ക് ജില്ലാ കളക്ടർ അത് തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് പരിശോധിക്കാൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നോക്കൂ, സമ്മതിക്കാൻ മിനിസ്റ്റർ എന്താണ് ഇത്ര മടിക്കുന്നത്? മുതുകാളെ നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരവാദിത്തം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നോക്കൂ, ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. നിനക്കെന്താ ഈ ചോറല്ലേ കഴിക്കുന്ന വിവരം ഇല്ലേ? നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു വാശി എന്താണ്? അത് ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും. അപ്പൊ മിനിസ്റ്ററും കൂടി പറയും. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ, നാണം കെട്ടവരെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നത് പോയി. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.